സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവരുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈ പൊതുമേഖലയിൽ നയം മാറ്റത്തിനൊരുങ്ങുന്നു CPM എന്ന ഒരു പുതിയ റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് പൊതുമേഖലയിൽ PPP മാതൃകയിൽ സ്വകാര്യം പങ്കാളിത്തം കൊണ്ടുവരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനത്തിൽ PPP മാതൃക വൈരുദ്ധ്യമല്ല എന്നാണ് CPM-ന്റെ നിലപാട്. എന്താണ് ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് CPM എത്തുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ CPM സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചുള്ള ചില അനാലിസിസുകളൊക്കെ കൊടുത്തിരുന്നു. ജമീഷ ശ്രദ്ധിച്ചു കാണും. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ ഒരു വിലയിരുത്തൽ, അത് പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച, പാർട്ടി മെച്ചപ്പെടണം, പാർട്ടി ശക്തിപ്പെടുത്തണം, ആശയപരമായിട്ട് പാർട്ടിയുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തണം, ഒരാശയദാർഢ്യം, പ്രത്യയശാസ്ത്ര ദാർഢ്യം ഉണ്ടാക്കുക, അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്ത് നമുക്കൊരിക്കൽ കൂടി LDF-നെ അധികാരത്തിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ പാർട്ടിയെ സജ്ജമാക്കുക, പാർട്ടിയുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിലും നയസമീപനങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടാണെങ്കിലും പാർട്ടിയെ അതിന് തക്ക വിധത്തിൽ LDF-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് പറ്റിയൊരു ഉപകരണം എന്ന നിലയിൽ മാറ്റിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെതെന്ന് നമ്മൾ ആദ്യം മുതലുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമിട്ടതാണ്. അന്ന് നവകേരളം സംബന്ധിച്ച പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നൊരു രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ഇത്തവണ നവകേരളത്തിൻ്റെ പൊതു വഴികൾ എന്നൊരു രേഖ. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയമായിട്ട് അല്ലെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുക. പക്ഷെ കഴിഞ്ഞ വർഷം ഇത്തവണയും അത് മാറിയിട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ നവകേരള നവകേരളത്തിൻ്റെ പൊതുവഴികൾ, അതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അത് ഇപ്പോൾ CPM-ൽ നിലനിൽക്കുന്ന ഒരു രീതിയുടെയും കൂടി ഒരു ഫലമാണ്. കാരണം ആ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും അവസാന വാക്കിപ്പോൾ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ചരടുകളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച രേഖയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. അപ്പം മുഖ്യമന്ത്രി കൊണ്ടുവന്ന ആ രേഖയിലാണ് നമ്മുടെ സ്വകാര്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളിൽ കൊണ്ടുവരേണ്ട മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കും. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് നന്നാക്കിയെടുക്കുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി, വേണമെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആകാം, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുമായി സ്വകാര്യ മൂലധനവുമായിട്ടൊരു ധാരണയാവാം, കരാറാവാം. അങ്ങനെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിലേക്ക് സ്വകാര്യ മേഖലയെ കൂടെ വളരെ ഭംഗ്യന്തരേണ കൈപിടിച്ചു കൊണ്ടുവരുന്നൊരു നയമാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. പണ്ടൊക്കെ LDF അധികാരത്തിൽ വന്നപ്പോൾ അതാ ചെയ്തിരുന്നത്. ഖജനാവിലെ പണം എടുത്തിട്ട്, നമ്മുടെ നികുതി പണമാണ്, അതെടുത്തിട്ട് ഈ ഊർദ്ധശ്വാസം വലിക്കുന്ന സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് അത് പ്രവർത്തനക്ഷമമാക്കി എന്ന് അഭിമാനം കൊള്ളുക. അതിലൊന്നും കാര്യമൊന്നുമില്ല. സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും അതിനെ നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിയെടുക്കാൻ വേണ്ടത്. പക്ഷെ അത് CPM-ന്റെ നയമല്ല. അതിനെതിരായിട്ട് എല്ലാ കാലത്തും സമരം ചെയ്തുകൊണ്ടിരുന്നത് അവരാണ്. ഇപ്പം പറയുന്നത്, ഇപ്പം തന്നെ നമുക്കൊരു 53-54 പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 23 സ്ഥാപനങ്ങൾ മാത്രമേ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. 33ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ മേഖല വരികയാണ്. അവരെ നമ്മൾ ആനയിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. ഇപ്പം തന്നെ ഉദാഹരണത്തിന് KSRTC നഷ്ടത്തിലാണ് പോകുന്നത്. അതിനെന്ത് കണക്ക് പറഞ്ഞാലും ശമ്പളം പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തൊരു സ്ഥാപനമായിട്ടത് മാറിയിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങളെ നോക്ക്, അതൊക്കെ നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരുപക്ഷെ നാളെ ഒരു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാപനമോ കമ്പനിയോ അല്ലെങ്കിൽ വ്യക്തികളോ KSRTC നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാടിന് വിരുദ്ധമായ ഒന്നാണിത്. അതിലേക്കാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം പോകുന്നത്. ഇത് സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരം രേഖകളെ ചർച്ച ചെയ്യാറില്ല. അത് സംസ്ഥാന സമ്മേളനത്തിൻ്റെയും
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദി. അധികാര സ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സമ്മേളനമാണ്. അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കൂടെ അനുമതിയോടുകൂടി അമിതമായ ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് സർക്കാർ പോകുന്നു. അതാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്ന ഒരു പ്രത്യേകത. പക്ഷെ വളരെ വ്യത്യസ്തമായ മറ്റൊരു വശമുണ്ട് ഇതിന്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇന്നലെ CITUവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എളമരം കരീം അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ അതിലെന്താ പറയുന്നത്? അതായത് കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി വിൽക്കുന്നു. അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും ഇല്ലാത്ത തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ ദേശീയ ധനം ചുളു വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. അതിനെ എതിർക്കണം. അതിനെ എതിർക്കണമെന്ന് പറയുക മാത്രമല്ല, ആ പ്രമേയത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ സ്വകാര്യ വൽക്കരണത്തിനെതിരെയും അതുപോലെ തന്നെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. സംയുക്ത ട്രേഡ് യൂണിയനുകൾ CITU അടക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ കൗൺസിൽ നാളെ സമരത്തിന് പോവുക. അതുകൂടി ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ആ പ്രമേയം ഇന്നലെ പാസ്സാക്കി സംസ്ഥാന സമ്മേളനം, കൊല്ലം സമ്മേളനം. അപ്പോൾ അവിടെ നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയം അല്ലെങ്കിൽ നവകേരളത്തിന്റെ പുതുവഴികൾ അവിടെ നിൽക്കുക. സ്വകാര്യ മേഖലയെ കൊണ്ടുവന്ന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ നിലപാടെന്താ? പാർട്ടിക്ക് ഒരു കൃത്യമായ നിലപാടുണ്ടോ? ഇതൊരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ളൊരു സമീപനമല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, CITU ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രമേയത്തിൽ മറ്റൊന്ന് പറയുന്നു. ഒരു ഇരട്ടത്താപ്പല്ലേ? ഏതാണ് ശരിക്കും പാർട്ടിയുടെ നിലപാട്? ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം. ഒരു വശത്ത് പറയുന്നു ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്, പൊതുമേഖല നിലനിർത്തണം, അതിനെ ശക്തിപ്പെടുത്തണം. മറുഭാഗത്ത് പൊതുമേഖലയിലേക്ക് അല്ലെ പൊതുമേഖലാ രംഗത്തേക്ക് സ്വകാര്യ മൂലധന ശക്തികളെ കൊണ്ടുവരാനുള്ള തീരുമാനം. അതാണ് ഇപ്പോൾ വാസ്തവത്തിൽ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നത്. ഇത് നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നിലപാട്, കൃത്യമായ നിലപാടില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു നിലപാട്. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ അവർക്ക് പറയാം ഞങ്ങൾ സ്വകാര്യ മേഖലയെ കൂടി ചേർത്ത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ CITUകാരോട് പറയാം നമ്മൾ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് പൊതുമേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളും. ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യമുള്ളത്, പിണറായിക്ക് പുകഴ്ത്തലാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന്. ഗോവിന്ദന് വിമർശനമുണ്ട്. നേരത്തെ നമ്മൾ ജില്ലാ കമ്മിറ്റികളിലും എന്തിനു പറയുന്നു, ലോക്കൽ കമ്മിറ്റികളിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ പല പദ്ധതികൾക്കെതിരെയും വലിയ വിമർശനം ഉണ്ടായതാണ്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ അതൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വളരെ രസകരമായ ഒന്നാണ് ഈ കൊല്ലം സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ ഘട്ടത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ, അതായത് ലോക്കൽ മുതലും മുകളോട്ട് ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിൽ പോലീസിനെ നയിക്കുന്ന പിണറായി വിജയൻ എന്തിന് എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടുകൾ വരെ, കൊടുക്കാത്ത സേവനത്തിന് 1.72 കോടി രൂപ കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. പിണറായി വിജയനെ നിശ്ചിതമായിട്ട് വിമർശിച്ചതാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സമ്മേളനം വരുമ്പോഴത്തേക്ക് പിണറായി വിജയന് എന്താ പറയുക 100% സർട്ടിഫിക്കറ്റാണ്, ക്ലീൻ സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ഈ സമ്മേളനം നൽകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ചില ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ശക്തമായപ്പോൾ അദ്ദേഹം തന്നെ അവിടെ അതിന് മറുപടി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി ചില ജില്ലാ സമ്മേളനങ്ങളിൽ. സാധാരണ ജില്ലാ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറിയും അതിന് മുകളിൽ സംസ്ഥാന സെക്രട്ടറിയുമാണ് വിശദീകരണം കൊടുക്കുന്നത്. പക്ഷേ ഇത്തവണ ചില ജില്ലകളിൽ 4-5 ജില്ലകളിൽ പിണറായി വിജയൻ തന്നെ മറുപടി പറയേണ്ടി വന്നു. ഏറ്റവും അവസാനം കൊല്ലത്തെത്തുമ്പോഴത്തേക്ക് പിണറായി വിജയനെതിരായിട്ടുള്ള യാതൊരു ശബ്ദവും അല്ലെങ്കിൽ യാതൊരു വിമർശനവുമില്ല. അദ്ദേഹത്തെ പുകഴ്ച മൂടുകയാണ്. അദ്ദേഹമാണ് ഇതിന് ഈ പാർട്ടിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അതിൻ്റെ മുഴുവൻ ചരടും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് സമ്മേളന പ്രതിനിധികൾ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ സംസ്ഥാന സമ്മേളനം
ആയപ്പോഴേക്ക്, അതായത് ആഴ്ചകളുടെ വ്യത്യാസമേ ഉള്ളൂ, ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ചകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ള വിമർശനങ്ങൾക്ക് തടയിടുന്നതിന്, അല്ലെങ്കിൽ അത് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത് തടയുന്നതിന് പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും സാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കൊല്ലം സമ്മേളനത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നത് തടയുന്നത് സാധിച്ചിരിക്കും. ഇതിൽ റിപ്പോർട്ടിൽ പല നേതാക്കളെ വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ ചില നേതാക്കളെ നന്നായിട്ട് പുകഴ്ത്തിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ണൂർ ലോബിയുടെ കാര്യം കൂടി പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം കണ്ണൂരിലുള്ള നേതാക്കൾക്ക് പോകുന്നുവെന്ന്. പക്ഷെ അതേ ഗോവിന്ദൻ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അതല്ലേ അങ്ങനെ വിമർശനമായിട്ട് ഉയർന്നു വരാനുള്ള കാരണം? ശരിക്കും ആ ചോദ്യത്തിന് രണ്ട് കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഈ പിണറായി വിജയൻ സ്തുതിക്കപ്പെടുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ് വിമർശിക്കപ്പെടുന്നു, അതിശക്തമായിട്ട് വിമർശിക്കപ്പെടുക. അത് പുറത്തേക്ക് വരുന്നുണ്ട്, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയെക്കുറിച്ചാണ്. നിലപാടുകളിൽ, അഭിപ്രായങ്ങളിൽ ചില പ്രതികൾ പറഞ്ഞത് രാവിലെ അദ്ദേഹം ഒന്ന് പറയും, വൈകുന്നേരം ആകുമ്പോൾ അത് മാറ്റി പറയും, പിറ്റേ ദിവസം വേറെന്ന് പറയും. ഇത് CPM പോലൊരു പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അദ്ദേഹം മെറിറ്റിനെ പറ്റിയൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ മെറിറ്റൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ മെറിറ്റുണ്ടോ എന്നൊരു ചോദ്യമാണ് ചില സമ്മേളന പ്രതിനിധികൾ അവിടെ ഉന്നയിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് ഒരു വിമർശനം അവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം വരുന്ന ഒരു വിമർശനമാണ് ഈ ഒരു കണ്ണൂർ വൽക്കരണം പാർട്ടിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതൊരു പുതിയ കാര്യമല്ല. ഈ കണ്ണൂർ ഒഴികെയുള്ള ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ സാമന്ത ജില്ലകളാണ്. കണ്ണൂരാണ് പാർട്ടി, യഥാർത്ഥ പാർട്ടി എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇപ്പോൾ നോക്കിയോ, ഭരണം നോക്ക്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ മുഖ്യമന്ത്രി, അവിടെ നിന്നുള്ള മന്ത്രിമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. എന്താ കണ്ണൂരിൻ്റെ ഇത്ര പ്രത്യേകത? എങ്ങനെയാണ് ഈ പാർട്ടി കണ്ണൂരിൻ്റേത് മാത്രമാകുന്നത്? സമരചരിത്രമുള്ള ഒത്തിരി ജില്ലകളില്ലേ? ആലപ്പുഴയില്ലേ? പുന്നപ്പറ വയലാറിൻ്റെ ഒരു ഒരു ചരിത്രം അതിനില്ലേ? കൊല്ലത്തിൻ്റെ ശൂരനാടിൻ്റെ ചരിത്രമില്ലേ? അങ്ങനെ എല്ലാ ജില്ലകൾക്കും അവരുടേതായ സമരത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചരിത്രം പറയാനുള്ള ജില്ലകളുണ്ട്. പക്ഷെ കണ്ണൂരിന് എന്താ പ്രത്യേകത? കണ്ണൂരാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. നിങ്ങൾ AK സെന്ററിന്റെ പ്രവർത്തനം നോക്ക്, അവിടെ ആരാ കാര്യങ്ങൾ നിർവഹിക്കുന്നത്? ആരാണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച ആ കള്ളപ്പരാതി തയ്യാറാക്കിയതാരാ? AK സെന്ററിലെ ഒരു കണ്ണൂർ നേതാവ്. അപ്പം അങ്ങനെ ഇത് കണ്ണൂർ വൽക്കരിക്കപ്പെട്ടിരിക്കുക ഈ പാർട്ടി, അതിന് യാതൊരു സംശയമില്ല. അതാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിട്ട് ഉയരാൻ കാരണം. ഓക്കെ, ഈ കൊല്ലം സമ്മേളനം നമ്മൾ പൊതുവായിട്ട് എടുത്ത് നോക്കുമ്പോൾ ആകെ തുക എന്ന് പറയുന്നത് പാർട്ടി പിണറായിയുടെ മൊത്തത്തിൽ കൈക്കുള്ളിലായി, ഒപ്പം തന്നെ പാർട്ടിയല്ല ഭരണമാണ് വലുത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു, അല്ലേ? അത് തന്നെയാണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടി വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ബാധകമാകുമോ? 75 വയസ്സ്, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് 2 തവണയിൽ കൂടുതൽ മത്സരിക്കരുത്, ഇതൊക്കെ ബാധകമാകുമോ എന്നുള്ളതാണ്. അദ്ദേഹം മത്സരിക്കുമോ മത്സരിക്കുകയില്ലയോ? അദ്ദേഹം മത്സരിക്കാതിരിക്കാനാണ് എൻ്റെ നോട്ടത്തിൽ സാധ്യത. പക്ഷേ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയും, അയ്യോ പിണറായി വിജയൻ അല്ലാതെ നമ്മളെ നയിക്കാൻ മറ്റാരുമില്ല എന്ന് പാർട്ടിക്ക് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്താൽ കാര്യങ്ങൾ മാറിയേക്കാം. കാരണം പിണറായി വിജയന് മാത്രമായിട്ട് 80 വയസ്സ് തികയുകയാണ് അടുത്ത മെയ്യിൽ അദ്ദേഹത്തിന്. അപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് 81 വയസ്സാവുകയാണ്. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളവ് നൽകിക്കൊണ്ടിരിക്കുക, മറ്റൊരാർക്കും അതില്ല. വളരെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ EP ജയരാജൻ, അല്ലെങ്കിൽ AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ, ഇവരൊക്കെ അടക്കമുള്ളവർ ഈ കടുകട്ടിയായ നിബന്ധനകളുടെ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ മാനദണ്ഡങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെടുന്നു. ഇത് ഭാവിയിലാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കോൺഗ്രസ് അല്ല. അപ്പം അദ്ദേഹം മാറുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും, അല്ലാതെ പാർട്ടി പറഞ്ഞിട്ടോ
അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. അദ്ദേഹം തീരുമാനിക്കുക ഇനി ഞാനില്ല. അപ്പോൾ ആ രീതിയിലേക്ക് പാർട്ടിയുടെയും പിന്നെ ഭരണത്തിൻ്റെയും എന്താ പറയുക കാരണഭൂതൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും പിന്നെ ആവർത്തിച്ച് സിമെന്റ് ഇട്ട് ഉറപ്പിക്കുന്നൊരു സമ്മേളനമാണ് ഇത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് കാര്യമായ വിമർശനങ്ങൾ ഇതുവരെ പുറത്തേക്ക് വരാത്തത്. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് പുറംലോകം അറിയാൻ പോകുന്നില്ല. അതാണ് യഥാർത്ഥ കാര്യം. പിന്നീട് ഇതെങ്ങനെയും നമുക്ക് ഒരു ഭരണ തുടർച്ച മൂന്നാമത് ഒരു ഭരണ തുടർച്ചയിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക. അതിന് പാർട്ടിയെ സജ്ജമാക്കുക. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും അല്ലെങ്കിൽ ഈ നിലപാടും പ്രത്യയശാസ്ത്രവും ഒക്കെ പലവട്ടം ചർച്ച ചെയ്ത് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതിൻ്റെ പാട്ടിന് പോകട്ടെ. നമുക്ക് പാർട്ടിക്ക് ലഭിക്കുന്ന അധികാരമാണ് പ്രധാനം എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ആകത്തുക എന്നാണ് നമുക്ക് ഇതുവരെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.